എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? എന്തുകൊണ്ടാണ് ഈ കണ്ടീഷൻ വരുന്നത്? ഇതിൻ്റെ റൂട്ട് കോസ് എന്തൊക്കെയാണ്? ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ ബോഡിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കാണുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സോറിയാസിസ് അല്ലെങ്കിൽ പിന്നെ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, അങ്ങനെ ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട് ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറിയിൽ വരുന്നത്. അന്നേരം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നോർമലായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാം ആൻഡ് ക്വയറ്റായിട്ട് കംഫർട്ടബിളായിട്ട് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷേ ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാലൻസ് തെറ്റിയിട്ടുണ്ടാകും. അന്നേരം ഹൈപ്പർ വിജിലൻസ് ആണ്. അതായത് ചെറിയൊരു പ്രശ്നം അറ്റാക്ക് ചെയ്യാൻ പാടില്ലാത്ത സാധനത്തെയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും. അന്നേരം അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റൂട്ട് കോസുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റും നമ്മളുടെ സ്ട്രെസ് ലെവൽസും നമ്മുടെ ആക്ടിവിറ്റീസും ഒക്കെ ഇതിൻ്റെ റൂട്ട് കോസസ് ആയിട്ട് മാറാറുണ്ട്. ഞാൻ അതേക്കുറിച്ച് വരുന്ന പോഡ്കാസ്റ്റുകളിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഡോക്ടറെ, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്തുകൊണ്ടാണ് ഇപ്പോൾ കോമൺ ആയിട്ട് കാണപ്പെടുന്നത്? മറ്റേത് പണ്ട് അത്ര ഉണ്ടായില്ല, പക്ഷെ ഇപ്പം ഒരു വീട്ടിൽ 4 പേരിൽ ഒരാൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ആളായിരിക്കും. അക്കോർഡിംഗ് ടു സാക്കിയ ഇതിൻ്റെ റൂട്ട് കോസ് എന്തായിരിക്കും? ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൽ ഇന്ന് കോമൺ ആയിട്ട് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 10-30 വർഷം കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ്. ഇപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡിലുണ്ടായിരുന്ന ഒരു ലൈഫ് സ്റ്റൈലും ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് 100% ട്രാൻസിഷൻ അതിനകത്ത് വന്നു ഓർ മോർ. അന്നേരം നമ്മളുടെ ജീൻ അതിനനുസരിച്ച് അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു, അതായത് കഴിഞ്ഞ 1,00,000 വർഷത്തിൽ നമ്മളുടെ ജീൻ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് 0.005% ആണ്. അതായത് നമ്മുടെ ജീൻ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിളാണ്. പക്ഷേ നമ്മളുടെ എന്താ പറയുക ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം വന്നു. അതായത് ഈ ലൈഫ് സ്റ്റൈലിലുള്ള ഡിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ ഫുഡും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ഫുഡ് ഒരുപാട് കഴിക്കുന്നു, ഇപ്പോൾ കളറിങ്സും അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സും അങ്ങനെയുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ ന്യൂട്രീഷണലി ഭയങ്കരമായിട്ട് മിനിമലായി, കാരണം എല്ലാം പ്രോസസ്ഡ് ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ അനദർ പോസിബിൾ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്താണ്. ഗട്ടിലെ ബാക്ടീരിയാസും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. അന്നേരം നമ്മുടെ ഗട്ട് ഹെൽത്തി അല്ല എങ്കിൽ എഗെയിൻ ഇമ്മ്യൂൺ സിസ്റ്റം ഓൾമോസ്റ്റ് ലൈക്ക് 70% ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ഗട്ടിലാണെന്ന് പറയുക. അന്നേരം ആ ഗട്ട് ഹെൽത്തി അല്ല എങ്കിൽ എഗെയിൻ ഇമ്മ്യൂൺ സിസ്റ്റം കയോട്ടിക്കായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മളുടെ സ്ട്രെസ്സ്, ഇപ്പം ചില കേസുകളിൽ എക്സ്ട്രീം സ്ട്രെസ്സുകൾ ഓട്ടോഇമ്മ്യൂണിറ്റി ട്രിഗർ ചെയ്യാനായിട്ടുള്ള കാരണം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം. ഇനി പല കേസുകളിലും നമ്മൾ ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ എന്നൊക്കെ പറയുമെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെനറ്റിക്കിനേക്കാൾ ഉപരി നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അതിനെ ട്രിഗർ ചെയ്യുന്നത്. പിന്നെ ചില ഇൻഫെക്ഷൻസ്, ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഇന്നത്തെ സൊസൈറ്റിയിൽ കൂടാനായിട്ടുള്ള കാരണം. ഇനി സാക്കിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിലൊക്കെ ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് ഈ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിന് ഇംബാലൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പേഷ്യൻറ്റിന് ഈ ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻ വരുന്നത്, അതിനെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് സാക്കിയിൽ നമ്മൾ ചെയ്യുന്നത്. ഈ നാച്ചുറോപ്പതിയും ഫങ്ഷണൽ മെഡിസിനും വെച്ചിട്ട് എങ്ങനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? നാച്ചുറോപ്പതിയുടെ ഒരു പ്രധാനപ്പെട്ട അപ്രോച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻ ട്രിഗർ ആകാനായിട്ട് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. അന്നേരം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളതിനെ റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നമ്മുടെ ബോഡീൻ്റെ ഇൻഫ്ലമേഷൻ, ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻസിൽ ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അന്നേരം ആ ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റം എന്തിനെതിരെയോ പ്രതികരിക്കുന്നതാണ്. സാധാരണ ഒരു ടിപ്പിക്കൽ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തിനെതിരെയാണ് പ്രതികരിക്കുന്നത് അറിയത്തില്ല. അവർ വിചാരിക്കുന്നത് എന്താണ്, എനിക്ക് ജീനുണ്ട് അതുകൊണ്ട് എൻ്റെ ബോഡി പ്രതികരിക്കുന്നു. പക്ഷേ ബോഡി പ്രതികരിക്കുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലിലെ ഏതോ ഒരു കാരണത്തോടാണ്.
അന്നേരം അത് പലർക്കും അറിയത്തില്ല. അന്നേരം നമ്മൾ ആ കാരണം എന്താണ് എന്നതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ നാച്ചുറോപ്പതിക്ക് അപ്രോച്ചിലോ അല്ലെങ്കിൽ ഫങ്ഷൻ മെഡിസിൻ അപ്രോച്ചിലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് അവരുടെ ഡയറ്റാണോ, ഡയറ്റിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണോ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണോ, അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് ആണോ, അങ്ങനെ നമ്മളതിനെ വിശാലമായിട്ട് എന്താ പറയുക, അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ അനലൈസ് ചെയ്യും. അത് അനലൈസ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലാബ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും, അവരുടെ ലെവൽ ഓഫ് എന്താ പറയുക ഇൻഫ്ലമേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട്, ന്യൂട്രീഷൻ സ്റ്റാറ്റസും അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അതിനുശേഷമാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്ക് വരുന്നത്. സോ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മേജർലി ഫോക്കസ് ചെയ്യുന്നത്, സാക്കിയയിൽ ഫോക്കസ് ചെയ്യുന്ന ഒന്ന് ഫാസ്റ്റിംഗ് തെറാപ്പിയാണ്. അതായത് ഈ ഫാസ്റ്റിംഗ് തെറാപ്പിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കാമായി, അതായത് ഇതിന് വേണ്ട ട്രിഗേഴ്സ് ഒന്നും മിക്കവാറും കിട്ടുന്നില്ല. സോ അങ്ങനെയാകുമ്പം അതിന് റെസ്റ്റ് എടുക്കാനായിട്ടുള്ളൊരു സമയമാണ് ഈ ഫാസ്റ്റിംഗ് തെറാപ്പി അല്ലെങ്കിൽ ഉപവാസത്തിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ഗട്ടിനെ ഹീൽ ചെയ്യാനായിട്ടുള്ള ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ഗട്ടിന് വേണ്ട പ്രോബയോട്ടിക്സ് പോലെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ പ്രീബയോട്ടിക്സ് പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യാനായിട്ട്, ഇപ്പം എക്സ്പെഷ്യലി സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ യോഗ, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ അക്യുപങ്ക്ചർ, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ്. ഇനിയിപ്പം പെയിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മസാജ് തെറാപ്പി ആകാം, അക്യുപങ്ക്ചർ ആകാം, ഓസോൺ തെറാപ്പി ഉണ്ട്. അങ്ങനെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് തെറാപ്പീസാണ് നമ്മൾ നാച്ചുറോപ്പതിയിലും ഫങ്ഷൻ മെഡിസിനിലും ഈ ഓട്ടോമിൻ കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെല്ലാ ട്രീറ്റ്മെൻറ്റ്സും ആവശ്യം വരില്ല. എന്താണോ റൂട്ട് കോസ് അതിനനുസരിച്ചാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു കണ്ടീഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. സോ അതാണ് ബേസിക്കലി ഒരു നാച്ചുറോപ്പതിക് ആൻഡ് ഫങ്ഷൻ മെഡിസിൻ അപ്രോച്ച് നമ്മൾ സാക്കിയയിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ ഡോക്ടറെ, നമ്മുടെ ഈ ഗട്ട് ഹെൽത്ത് എങ്ങനെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനായ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ്, പിന്നെ സോറിയാസിസിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഓൾമോസ്റ്റ് ലൈക്ക് 70% ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗട്ട് ടിഷ്യൂസിലാണ്. അന്നേരം ഈ ഗട്ട് ടിഷ്യൂസിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് ലീക്കി ഗട്ട് അല്ലെ എൻഹാൻസ്ഡ് ഇൻറ്റസ്റ്റൈനൽ പെർമിയബിലിറ്റി എന്നൊക്കെ പറയുന്നത്. അതായത് ബേസിക്കലി ഒരു ഹൈലി ഇൻഫ്ലമേറ്ററി സിറ്റുവേഷൻ ഓഫ് ദ ഗട്ട് എന്ന് പറയാം. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷന് കാരണമെന്ന് പറയുന്നത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളാകാം, അല്ലെങ്കിൽ ഹെവി യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആകാം, ഹൈ സ്ട്രെസ് ആകാം, അല്ലെങ്കിൽ പിന്നെ ഒരു ഹാബിറ്റ് ഫോമിങ്, പലതരത്തിലുള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതുകൊണ്ടാകാം. സോ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഗട്ടിന് എന്താ പറയുക ലീക്കി ഗട്ട് അല്ലെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് വരും. അന്നേരം അങ്ങനെ ഒരു സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ നമ്മളുടെ കുടലിലുള്ള ഹെൽത്തി ആയിട്ടുള്ളതോ അൺഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഡയറക്റ്റ്ലി നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനുമായിട്ടുള്ള ഒരു കോൺടാക്റ്റ് വരും. സോ അന്നേരം ഒരു ഫുഡ് പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം, ബോഡീനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലഡിനെ സംബന്ധിച്ചിടത്തോളം ഫുഡ് വേണ്ടത് ഫാറ്റി ആസിഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഷുഗർ ആയിട്ടോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ടോ ആണ് വേണ്ടത്. മറിച്ച് അതൊരു പ്രോട്ടീനായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബോഡീനെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ല ബ്ലഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബ്ലഡിലെ കണ്ടൻസിനെ സംബന്ധിച്ചിടത്തോളം. അന്നേരം ബോഡി എന്ത് ചെയ്യും? ഇതിനെതിരെ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇതിനെതിരെ ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾക്ക് ആ ഇൻഫ്ലമേഷനാണ് നമ്മളുടെ ജനറലൈസ്ഡ് ബോഡി ഇൻഫ്ലമേഷനായിട്ട് മാറുന്നത്. ആ ഇൻഫ്ലമേഷൻ നമുക്ക് എവിടെയാണോ വീക്ക്നെസ് അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ജെനറ്റിക്കലി നമുക്ക് തൈറോയിഡിനാണ് വീക്ക്നെസ് എങ്കിൽ മേ ബി തൈറോയിഡിനെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ സ്കിന്നിനെ ആണെങ്കിൽ സോറിയാസിസ് പോലെയുള്ള കണ്ടീഷൻസ്. അതായിരിക്കും ഒരു ജനറൽ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗട്ട് ആണ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. അതിനെ ഹെൽത്തി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് കാമാകും. അന്നേരം ഇതിന് പ്രധാനമായിട്ട് നമ്മൾ നാച്ചുറോപ്പതിയിൽ ഉപയോഗിക്കുന്നത് എലിമിനേഷൻ ഡയറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റും ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻസും, അതേപോലെ ഗ്ലൂട്ടാമേറ്റ് പോലെയുള്ള അല്ലെങ്കിൽ ബോൺ ബ്രോത്ത് പോലെയുള്ള ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡുകളും ഒക്കെയാണ് നമ്മളതിനെ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് റീഗെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉള്ളവർക്ക് കണ്ടുപിടിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് ഹിഡനായിട്ട് ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? സോ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകളിലും ഞാൻ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസ് ആയിരിക്കാം. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് വർഷം മുമ്പ്, ഒരു 8-10 വർഷം മുമ്പ്, എൻ്റെ ഒരു സ്കൂളിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് സോറിയാസിസുമായിട്ട് വന്നു. ഓക്കെ, എൻ്റെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നു. അന്നേരം എനിക്ക് അവൻ്റെ ഫാമിലി മൊത്തം അറിയാം.
പേരൻസിനെ അറിയാം, സിബ്ലിങ്സിനെ അറിയാം, എല്ലാവരെയും അറിയാം. അവിടെ ഒരു ഫാമിലി ഹിസ്റ്ററി എന്താ പറയുക ഇല്ല, അവർക്കൊരു എന്താ പറയുക ഒരു സോറിയാസിൻ്റെ ഹിസ്റ്ററി ഇല്ല. പക്ഷേ ഹിസ്റ്ററി ഡിഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ നമ്മുടെ മലയാളി നാട്ടിൽ നിന്ന് അവന് സൗത്ത് കൊറിയയിൽ ജോലി കിട്ടിയിട്ട് അങ്ങോട്ട് പോയി. ഓക്കെ, സൗത്ത് കൊറിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹൈലി കോൾഡ് ടെമ്പറേച്ചറാണ്, നല്ല തണുപ്പാണ്. അത് ഒരു റീസണായി ഇമ്മ്യൂൺ സിസ്റ്റം ട്രിഗർ ചെയ്യാനായിട്ട്. സെക്കൻഡ് റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വർക്ക് നാച്ചുറും ഭയങ്കര വ്യത്യാസമായി. സോ കേരളത്തിൽ നമ്മൾ 8 മണിക്കൂറൊക്കെ 9 മണിക്കൂറൊക്കെ അല്ലേ പണിയെടുക്കുന്നത്. അവിടെ ഈ സൗത്ത് കൊറിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര വർക്കഹോളിക്കാണ്. അന്നേരം അവർ 12-18 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യും. അന്നേരം ഇവൻ അതുമായിട്ട് അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ടും പറ്റിയില്ല. അന്നേരം രണ്ട് ഹൈലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ എപ്പിസോഡ്സ് ഷോർട്ടർ ഡ്യൂറേഷനിലേക്ക് വന്നു. അതായിരിക്കാം മോസ്റ്റ് പ്രോബബ്ലി അവൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ട്രിഗർ ചെയ്തത്. അവന് സോറിയാസിസ് വന്നു. സോ നമുക്ക് ഏതായാലും അതിനെ റിവേഴ്സ് ചെയ്ത് റെമിഷനിലേക്ക് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്ത് അതിനെ റെമിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പക്ഷേ ഇതാണ് റൂട്ട് കോസ്, വൺ ഓഫ് ദ റൂട്ട് കോസ് അതായിരിക്കാം. അതുപോലെ തന്നെ ഡയറ്റ് ആയിരിക്കാം, ഇൻഫെക്ഷൻസ് ആയിരിക്കാം, പലതരത്തിലുള്ള റൂട്ട് കോസുകളുണ്ട്. പക്ഷേ എഗെയിൻ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ട്രിഗറിങ് റൂട്ട് കോസ് കണ്ടുപിടിച്ചാൽ ചില കേസുകളിൽ ഒരു റൂട്ട് കോസ് മാത്രമായിരിക്കില്ല, മൾട്ടിപ്പിൾ റൂട്ട് കോസസ് ഉണ്ടാകും. അന്നേരം അതിനെയെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അതിനെല്ലാം അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പക്ഷേ എഗെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം കേസുകളിലും നമ്മളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള കണ്ടീഷൻസ് ആയിരിക്കും. ഓക്കെ, ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വഴി നമുക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ്റെ ഇതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സോ എക്സ്പെഷ്യലി നമ്മൾ നാച്ചുറോപ്പതിയിലും ഫങ്ഷൻ മെഡിസിനും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. ഇപ്പം നമ്മൾ പല കേസുകളും കാണാറുണ്ട്, ഒരുപാട് കേസുകൾ. അതായത് ഇപ്പം തൈറോയിഡ്, ഹാഷിമോട്ടോ തൈറോയിഡ്സ് പോലെയുള്ള കണ്ടീഷൻസിൽ അവർ മെഡിസിൻസ് കഴിക്കുന്നുണ്ടാകാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും TSH ഒക്കെ പക്ക നോർമലായിട്ട് നിൽക്കുന്നുണ്ടാകാം. പക്ഷേ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, വെയിറ്റ് ഗെയിൻ, എനർജി ഇതൊക്കെ ഒപ്റ്റിമൽ ആയിരിക്കില്ല. വളരെ നല്ലൊരു ശതമാനം ആളുകളും എപ്പോഴും ടയർഡായിരിക്കുന്ന അവസ്ഥയുണ്ടാകും. അന്നേരം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സപ്രഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബ്ലഡ് മെഡിസിൻ കൊടുത്തിട്ട് വാല്യൂസൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടാകാം. പക്ഷേ മെറ്റബോളിക്കലി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം വൈസ് ആ ഒരു പേഷ്യൻ്റ് ഓക്കെ അല്ല. അതുകൊണ്ടാണ് ആ രീതി അവിടെയാണ് നാച്ചുറോപ്പതിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മുടെ അവരുടെ കൃത്യമായിട്ടുള്ള റൂട്ട് കോസസ് എന്താണെന്ന് കണ്ടുപിടിച്ച് എവിടെയാണോ അവരുടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതിനെ കണ്ടുപിടിച്ച് അതിനെ മോഡിഫൈ ചെയ്യുകയും കൂടെ ചെയ്യുമ്പം നമുക്ക് മെഡിസിൻ്റെ ഡോസേജ് കുറച്ച് കൊണ്ടുവരാനായിട്ടും പറ്റും. ചില കേസുകളിൽ കംപ്ലീറ്റ്ലി നമുക്ക് നിർത്താനായിട്ടും പറ്റും. അറ്റ് ദ സെയിം ടൈം അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും. സോ അതാണ് എന്താ പറയുക ഒരു സാക്കിയുടെ അപ്രോച്ചിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഹീലിംഗ് ഡയറ്റ് എങ്ങനെ ഉണ്ടാവും? കാരണം ഇൻഫ്ലമേഷൻസ് കൂട്ടുന്ന ഒരുപാട് ഗട്ടിൻ്റെ പ്രശ്നമാണല്ലോ നമുക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ കാരണം. അപ്പോൾ സാക്കിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എങ്ങനെയായിരിക്കും? ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയാണ് നിർബന്ധമില്ല. സോ ഇപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആകണമെന്നില്ല. ഓക്കെ, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ടാകാം. നമ്മൾ ഒരുപാട് കേസുകളിൽ കാണാറുണ്ട്. ഇപ്പം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കോമൺ ആയിട്ട് എന്താ പറയുക നമ്മൾ കഴിക്കുന്ന ഫുഡാണ് തേങ്ങയും അരിയൊക്കെ. സോ ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം തേങ്ങയ്ക്കെതിരെ പ്രതികരിക്കുന്നു, അത് ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ല അരിക്കെതിരെ, തക്കാളിക്കെതിരെ. സോ കോമൺ ആയിട്ട് നമ്മൾ എന്താ പറയുക ഓട്ടോമ്യൂൺ മാനേജ്മെൻറ്റിൽ നമ്മൾ ഗ്ലൂട്ടൻ ഒഴിവാക്കാൻ പറയും, അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ബേസ്ഡ് ആയിട്ടുള്ള വീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒഴിവാക്കാൻ പറയും, മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒഴിവാക്കാൻ പറയും. പക്ഷേ പല കേസുകളിലും ഇത് മാത്രം മതിയാവില്ല. വേറെ പല ഫുഡും, അതായത് നമ്മൾ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന പല ഫുഡും പല ആളുകൾക്കും ടോക്സിക് ആയിരിക്കാം. ഇമ്മ്യൂണിറ്റി അതിനെതിരെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകാം. അന്നേരം അത് നമ്മൾ കണ്ടുപിടിക്കണം, പഠിക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെൻ്റ് ആണ്. ഇനി ഓൺ അതർ ആസ്പെക്ട് ലൈക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ന്യൂട്രീഷൻ, ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും അങ്ങനെയുള്ള എന്താ പറയുക ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഫുഡുകൾ, മൈക്രോ ന്യൂട്രിയൻസിന് ധാരാളം കിട്ടുന്ന ഫുഡുകൾ, പിന്നെ ബോൺ ബ്രോത്ത് പോലെയുള്ള ഗട്ട് ഹീലിങ്ങിന് എക്സ്പെഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകൾ. സോ അങ്ങനെ ഉള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മീല്. ഇനി നാച്ചുറോപ്പതിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ സ്പെസിഫിക്കലി പ്രൊമോട്ട് ചെയ്യുന്നൊരു ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്തി പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ആ ഹെൽത്തി പ്ലേറ്റിൽ ഒരു 50% വെജിറ്റബിൾസ് ആയിരിക്കണം. കാരണം നമ്മൾക്ക് ഈ മോഡേൺ ഹ്യൂമൻസിന് ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻസി വരുന്നത് ഫൈബറാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചത് ഏകദേശം 40 to 50 grams ഓഫ് ഫൈബർ പെർ ഡേ വേണം. പക്ഷേ പലർക്കും അത് കിട്ടുന്നില്ല. അന്നേരം ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 50% വെജിറ്റബിൾസ് ആയിരിക്കണം. അനദർ 25% പ്രോട്ടീൻസും
നോൺ വെജ് ആകാം, വെജ് ആകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളൊരു ഇത് വേണമെങ്കിൽ കുക്ക് ചെയ്തിട്ടുള്ളത്, ഫ്രൈ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ളതോ ആയിട്ട് നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല. കുക്ക് ചെയ്തിട്ടുള്ള നോൺ വെജ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ കടല, പയർ വർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇത് ഗ്രെയിൻസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമ്മൾ സാധാരണ ഈ മില്ലറ്റ്സോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള റൈസോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അന്നേരം ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ഓഫ് ന്യൂട്രീഷനും വേണം. അതുപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കയോട്ടിക്കാക്കുന്ന എന്തെങ്കിലും ഫുഡ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുകയും വേണം. സോ അങ്ങനെ ഒരു അപ്രോച്ചാണ് നമ്മൾ സാക്കിയയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഓട്ടോഇമ്യൂൺ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഈ സ്ട്രെസ്സ്, ഇമോഷണൽ ട്രോമ, പിന്നെ ഉറക്കമില്ലായ്മ, ഇതെല്ലാം ഓട്ടോ ഇമ്യൂൺ ഡിസീസിന് ഫ്ലെയറപ്പ് ചെയ്യുമോ? ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കുറച്ച് വർഷം മുമ്പ്, മേ ബി 2-3 വർഷം മുമ്പ് കൺസൾട്ട് ചെയ്തൊരു പെൺകുട്ടി, 22 വയസ്സോ മറ്റേ ഉള്ളൂ. സോ ഈ കുട്ടിയുടെ സിവിയർ ആയിട്ടുള്ള ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് ഉള്ളത് മേജറായിട്ട്. സിവിയർ പെയിൻ 10 ഔട്ട് ഓഫ് 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ പറയാൻ പറ്റുവാണെങ്കിൽ അതിൽ കൂടുതൽ, ആ ഒരു സിറ്റുവേഷനാണ്. അന്നേരം ഈ കുട്ടിയുടെ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടിയുടെ ഫാമിലിയിൽ അവർ US-ലായിരുന്നു. ഈ പേരൻസ് തമ്മിൽ എപ്പോഴും അടിയാം. 100% ഓൾമോസ്റ്റ് ലൈക്ക് 24 hours into 7 കണക്കിന് കുട്ടിയുടെ ചെറുപ്പം തൊട്ടേ ഈ പേരൻസ് അടിയാണ്. അന്നേരം ആ കുട്ടിക്ക് അത്രയും ട്രോമ അന്ന് തൊട്ടേ അനുഭവിച്ചു. ഇപ്പം ഈ 22nd, ഇപ്പം 22ാമത്തെ വയസ്സിലും ആ കുട്ടിക്ക് ഇതേ ഇഷ്യൂ, അതായത് പേരൻസ് സ്റ്റിൽ ടുഗദറാണ്, പക്ഷേ അവരിപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ ഒരു ട്രോമ അല്ലെങ്കിൽ ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ പ്ലസ് ഈ ഒരു സ്ട്രെസ്സ് ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. നമ്മൾ ബാക്കിയുള്ള അസസ്മെൻ്റ് എല്ലാം നടത്തി കഴിഞ്ഞപ്പോഴും ഇതിനകത്ത് റൂട്ട് കോസ് എന്ന് പറയുന്നത്, ഒരു മേജർ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെസ്സും ട്രോമയാണ്. അന്നേരം ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതും എന്താ പറയുക, ആ സ്ട്രെസ്സും ട്രോമയും കുറയ്ക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും ആണ് വേണ്ടത്. നമുക്ക് ജസ്റ്റ് എന്താ പറയുക യോഗ ചെയ്താൽ മതി എന്ന് മാത്രം പറയാൻ പറ്റില്ല. NLP പോലെയുള്ള പ്രാക്ടീസസും എന്താ പറയുക ബാക്കിയുള്ള റിലാക്സിങ് ആയിട്ടുള്ള പ്രാക്ടീസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ കുട്ടിയുടെ റൂട്ട് കോസും മേ ബി ഞാൻ പറയും ആ പേരൻസ് ഡൈവേഴ്സ് ചെയ്യുന്നതായിരിക്കും ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സ്, ചൈൽഡ്ഹുഡ് ട്രോമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ ഓട്ടോഇമ്യൂൺ ട്രിഗറിന് കാരണമാക്കാം. ഈ സാക്കിയിലെ നാച്ചുറോപ്പതി, പിന്നെ ഫങ്ഷണൽ മെഡിസിൻ, അക്യൂപഞ്ചർ, ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡറിനെ ഹീൽ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, സാക്കിയയിൽ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അസസ്മെൻ്റ് ആണ്. അതായത് അവരുടെ സിംറ്റംസ് അസസ് ചെയ്യുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ അസസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലാബ് മാർക്കേഴ്സും ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അസസ് ചെയ്യുന്നു. ഈ അസസ്മെൻറ്റിന് ശേഷമാണ് നമ്മൾ എന്താണ് പോസിബിൾ റൂട്ട് കോസ് എന്നുള്ളത് നമ്മൾ മാപ്പ് ഔട്ട് ചെയ്യുന്നത്. സോ വൺസ് അത് മാപ്പ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് പോകുന്നത്. സോ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് മോഡിഫൈബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകും. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മോഡിഫൈബിൾ ആണ്. മിക്കവാറും ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് നമുക്ക് മോഡിഫൈബിൾ ആണ്. അതായത് ഇന്ന ഫുഡ് എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ന്യൂട്രിയൻസ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഫങ്ഷൻ മെഡിസിന് മേജറായിട്ട് റോൾ വരുന്നത് ഇതിൻ്റെ ഒരു ബയോകെമിക്കൽ സെൻസിൽ നമ്മൾ അതിനെ അസസ് ചെയ്യുമ്പോഴാണ്. അതായത് ഏതൊക്കെ പാത്വേസ് ആണ്, ബയോകെമിക്കൽ പാത്വേസ് ആണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഒരു ഫങ്ഷൻ മെഡിസിൻ സൈഡിൽ നോക്കുന്നത്. ഇനി സെക്കൻഡ് നാച്ചുറോപ്പത്തിക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലും ഫാസ്റ്റിംഗ് ബേസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും കട്ടിനെ ഹീൽ ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ന്യൂട്രീഷനും, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇമ്മ്യൂണോ ന്യൂട്രീഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഇമ്മ്യൂണോ ന്യൂട്രീഷനും ഒക്കെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തും. ഇനി അടുത്ത ആംഗിളിൽ വരുമ്പം അക്യുപഞ്ചർ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ മസാജ്, മഡ് തെറാപ്പി, അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ പെയിൻ കുറയ്ക്കാനായിട്ടും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ അങ്ങനെയുള്ള തെറാപ്പീസ് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഓസോൺ തെറാപ്പി, അഗെയിൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എന്താ പറയുക സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഓസോൺ തെറാപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യോഗ തെറാപ്പി. സോ യോഗയിൽ അതിന് ഫിസിക്കൽ എക്സസൈസുകളാകാം, അല്ലെങ്കിൽ പിന്നെ ക്രിയകളാകാം, ഡിഫറെൻറ്റ് ഡീടോക്സിഫിക്കേഷൻ പ്രാക്ടീസുകളാകാം, അതുപോലെ തന്നെ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളാകാം. ഇതൊക്കെ എന്താ പറയുക അവരുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ടും, അവരുടെ സൈക്കോ ഇമ്മ്യൂണോളജി എന്ന് പറയുന്നൊരു ഫീൽഡ് ഓഫ് മെഡിസിൻ തന്നെയുണ്ട് ഇപ്പം. അതായത് നമ്മുടെ മനസ്സും എങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത്. അന്നേരം യോഗ പോലെയുള്ള അല്ലെങ്കിൽ NLP പോലെയുള്ള പ്രാക്ടീസുകൾ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രെസ്സിൻ്റെ ആംഗിളിൽ കാം ഡൗൺ ചെയ്യാനായിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യും. അന്നേരം നമ്മളുടെ ഈ ഒരു ഹീലിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അവരുടെ ഫിസിക്കലും മെൻ്റലും സ്പിരിച്വലും സൈക്കോളജിക്കലും ഒക്കെയുള്ള ആയിട്ടുള്ള ആസ്പെക്റ്റിനെ കൺസിഡർ ചെയ്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം ഈ ഒരു ബോഡിയുടെ നോർമലായിട്ടുള്ള ഫങ്ഷൻസിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുമ്പം ഹീലിംഗ് നാച്ചുറലി നടക്കും.
അതായത് ഇവിടെ ഒരു ഡ്രഗ് അല്ല ഹീൽ ചെയ്യുന്നത്, അവരുടെ ബോഡി തന്നെയാണ് ഹീൽ ചെയ്യുന്നത്. നമ്മൾ അതിനൊരു എന്താ പറയുക, നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് സാക്കിയും അവിടുത്തെ ഡോക്ടേഴ്സും. ഓക്കെ. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് മെഡിക്കേഷൻസ് എടുത്തിട്ടും പലരും ടയേർഡായിട്ടും അൺഹെൽത്തി ആയിട്ടും ഒട്ടും അപ്പോഴും ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണ്? മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈഫ് സേവിങ് ആണ്. നല്ലൊരു ശതമാനം കേസുകളിലും, അല്ല എല്ലാ കേസുകളിലും അല്ല, ഒരു ശതമാനം കേസുകളിൽ ലൈഫ് സേവിങ് ആണ് മെഡിക്കേഷൻസ് എപ്പോഴും. പക്ഷേ ഈ മെഡിക്കേഷൻസ് ഒന്നും ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള റൂട്ട് കോസിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് ഒന്ന് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നു എന്നല്ലാതെ ഇതിൻ്റെ റൂട്ട് കോസസിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ റൂട്ട് കോസസ് ചിലപ്പം ഫുഡ് സെൻസിറ്റിവിറ്റി ആയിരിക്കാം. ഒരുപാട് ആളുകൾക്ക് ഗ്ലൂട്ടൻ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സ്, ഇനിയിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒരുപാട് ഫുഡ് നമ്മൾ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിക്കുന്ന ഫുഡുകൾ പോലും ചില ആളുകൾക്ക് അൺഹെൽത്തി ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഇൻഫ്ലമേഷൻ ട്രിഗർ ചെയ്യുന്നതായിരിക്കാം. അന്നേരം അങ്ങനെയുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ സെല്ലുലാർ ന്യൂട്രീഷൻ്റെ കുറവ്, അതായത് സെൽസിനകത്ത് ന്യൂട്രീഷൻ എത്തണം. ആ ന്യൂട്രിയൻസ് ഏകദേശം ഒരു 10-30ഓളം ന്യൂട്രിയൻസ് നമ്മുടെ നോർമൽ എനർജി മെക്കാനിസത്തിന് തന്നെ വേണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ക്ഷീണം ഉണ്ടാകും, ഫറ്റീഗ് ഉണ്ടാകും. നമ്മൾ ചോറ് ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ടാകും, ഷുഗർ ഇഷ്ടം പോലെ നമ്മുടെ ബോഡിയിലുണ്ടാകും. പക്ഷേ ആ മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ സെല്ലുലാർ ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ എഗെയിൻ നമുക്ക് എന്താ പറയുക, എനർജി അല്ലെ അൺവെല്ലായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. അന്നേരം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യുക വേണ്ടത്. മെഡിക്കേഷൻ ഡെഫിനറ്റ്ലി എന്താ പറയുക, അതിനൊരു പാർട്ടുണ്ട്. എസ്പെഷ്യലി എമർജൻസി കെയറിൽ മെഡിക്കേഷന് ഒരു പാർട്ടുണ്ട്. പക്ഷേ ലോങ് ടേം മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂട്ട് കോസ് കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു വെൽബീയിങ് അല്ലെങ്കിൽ ഒരു കംഫർട്ട് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ നല്ലൊരു ശതമാനം കേസുകൾക്ക് നമുക്ക് ഈ മെഡിസിൻ നമുക്ക് ഷോർട്ട് ടൈമിൽ മതിയാകും. ലോങ് ടൈമിൽ മെഡിസിൻസ് നമുക്ക് ആവശ്യം വരില്ല. നാച്ചുറലായിട്ട് നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള എഫക്റ്റും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യുന്നൊരു എഫക്റ്റും നമുക്കതിൽ കിട്ടും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് മെഡിക്കേഷൻ വേണ്ടി വരില്ല. പക്ഷേ ചിലപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു സിവിയർ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ മേ ബി നമുക്ക് മെഡിക്കേഷൻസ് വേണ്ടി വരും. ഓക്കെ.